സ്നേഹം, സ്നേഹവും വിശുദ്ധ സുവിശേഷവും. വിശുദ്ധ സുവിശേഷം സത്യവചനമാണ്. സ്നേഹം ദൈവമാണ്. സ്നേഹമുള്ളിടത്ത് ദൈവം വസിക്കുന്നു. ദൈവമുള്ളിടത്ത് വചനം എന്നേക്കും നിലനിൽക്കുന്നു. അപ്പോൾ സ്നേഹമാണ് അടിസ്ഥാനമായി നിൽക്കുന്നത്. അതുകൊണ്ടാണ് സത്യത്താൽ എന്നെ വിശുദ്ധീകരിക്കണമേ, അങ്ങയുടെ വചനമാണ് സത്യം. നാം പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, സത്യത്താൽ അങ്ങെന്നെ വിശുദ്ധീകരിക്കണമേ, അങ്ങയുടെ വചനമാണ് സത്യം. അപ്പം വചനം സത്യമാണ്, സ്നേഹം സത്യമാണ്, ദൈവം സത്യവാനാണ്. അതുകൊണ്ടാണ് നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, അങ്ങ് സത്യത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, അങ്ങയുടെ വചനമാണ് സത്യം. അപ്പം നാം എല്ലാവരും സ്നേഹമുള്ളവരായിരിക്കുവിൻ. പരസ്പര സ്നേഹമാണ് ദൈവമെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഭൂമിയിൽ പരസ്പര സ്നേഹമാണ് ദൈവം. എന്തുകൊണ്ടാണ് പരസ്പര സ്നേഹമാണ് ദൈവമെന്ന് പറയുന്നത്? പരസ്പര സ്നേഹം ഉള്ളിടത്ത് ഒരിക്കലും കലഹങ്ങളില്ല. ഒരു പക്ഷത്ത് സ്നേഹവും മറ്റൊരു സ്ഥലത്ത് വെറുപ്പുമാണെങ്കിൽ മാത്രമേ ആ ഭവനത്തിൽ കലഹമുള്ളൂ. സ്ത്രീയും പുരുഷനും പരസ്പര സ്നേഹത്തിൽ ഐക്യപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ അവിടെ കലഹമില്ല. എന്നാൽ സ്ത്രീയിൽ സ്വാർത്ഥത വന്നു കഴിയുമ്പോൾ പുരുഷന്റെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ അവളിൽ സ്നേഹം നഷ്ടപ്പെട്ടു പോവാണ്. വിദ്വേഷവും സ്വാർത്ഥതയും കൊണ്ട് മനസ്സ് കഠിനമായി കഴിയുമ്പോൾ പിന്നെ നമ്മുടെ നാവിൽ നിന്ന് വരുന്നത് ദൈവവചനമല്ല, മറിച്ച് പാപത്തിന്റെ മൂർച്ചയുള്ള വാളുകളായിരിക്കും. അപ്പൊ പാപത്തിന് മനുഷ്യന്റെ മേൽ ഇത്രമാത്രം ആധീനത ആരാണ് നൽകിയത്? ഗ്രഹിച്ചുകൊള്ളുവിൻ, പാപം നമ്മുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം തകർന്നു പോകും. ജീവിതം പ്രാർത്ഥിക്കുവാനും പ്രാർത്ഥനാ ജീവിതത്തെ നയിക്കുവാനെന്ന് നിങ്ങൾ അറിയുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അപ്പം സ്നേഹത്തിലൂടെ ജീവിതത്തെ നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്കെല്ലാം സമൃദ്ധിയായി ദൈവം തരും. സ്നേഹത്തെ നാം കൂട്ടിക്കൊണ്ടു പോവുകയാണെങ്കിൽ സ്നേഹം നിലനിൽക്കുന്ന സത്യമാണ്. സ്നേഹത്തിൽ ജീവിക്കുന്നവൻ പാപം ചെയ്യുന്നില്ല. അവനെ പാപത്തിന് കീഴടക്കാൻ പറ്റുകയില്ല. കാരണം അവനിൽ ദൈവ സ്നേഹമുണ്ട്. അപ്പൊ ദൈവത്തിന്റെ സ്നേഹം, അനന്തമായ ദൈവസ്നേഹം നാം അനുഭവിച്ചറിയുകയാണെങ്കിൽ കർത്താവിന്റെ വചനങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിൽ വർഷിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.